നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയായിരുന്നു. ഭാരതാംബയുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രിയായിരുന്നു നേരത്തെ എതിർപ്പറിയിച്ചത് എങ്കിൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജപുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങാണ് മന്ത്രി ബഹിഷ്കരിച്ചത്. ഭാരതാംബയുടെ വിവാദ ചിത്രം നീക്കാത്തതിനെ തുടർന്നാണ് ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇതൊരു അഹങ്കാരവും ധിക്കാരവും അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഗവർണറെ ഏതെങ്കിലും പരിപാടിക്ക് എല്ലാം വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഭാരതാംബയുടെ ചിത്രം ഉണ്ടാക്കണമല്ലോ. എന്നാൽ ഭാരതാംബയുടെ ചിത്രം മാറ്റുന്ന പ്രശ്നം ഇല്ല എന്നുള്ളതാണ് രാജ്ഭവന്റെ പ്രതികരണം. ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയടക്കം ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞതാണ്. അതായത് ഭാരതാംബയുടെ ചിത്രം എന്നത് അത് BJP അല്ലെങ്കിൽ RSS ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രത്തെ അംഗീകരിക്കാനാവില്ല. അതിന് ഭാരതത്തിന്റെ ഭൂപടവുമായി പോലും ബന്ധമില്ല. കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബ അത് മാറ്റുക തന്നെ വേണം എന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് മാറ്റില്ല എന്ന് രാജ്ഭവനും പറയുന്നു. ഇതിപ്പോൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? കാരണം തുടർച്ചയായി മന്ത്രിമാർ ചടങ്ങുകൾ ബഹിഷ്കരിക്കുകയാണല്ലോ. തുറന്ന പോരിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യമെന്ന് വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് രാജ്ഭവനിൽ നടന്ന നാടകീയമായ സംഭവങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. പരിസ്ഥിതി ദിനത്തിലാണ് മന്ത്രി P. പ്രസാദ് സമാനമായ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നടക്കേണ്ടിയിരുന്ന ഒരു ഔദ്യോഗിക ചടങ്ങ് അത് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക ചടങ്ങുകളിൽ ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഗവർണർ അദ്ദേഹത്തിന്റെ പിഴവ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി ഇന്നലെ വൈകുന്നേരവും വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 11 മണിയോടെ രാജ്ഭവനിൽ നടന്ന രാജ് പുരസ്കാർ വിതരണ ചടങ്ങിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി, അതായത് ഭാരതാംബയുടെ ചിത്രത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുഷ്പങ്ങൾ അർപ്പിച്ച് കൈകൂപ്പി നിന്നതിന് പിന്നാലെയാണ് അദ്ദേഹം അതിലുള്ള കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല, നേരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച് രൂക്ഷമായ വിമർശനം രാജ്ഭവനും ഗവർണർക്കും നേരെ ഉന്നയിച്ചത്. RSSന്റെ തുട്ടൂരം വാങ്ങിക്കൊണ്ടാകരുത് രാജ്ഭവനിൽ ഈ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റാൻ എന്ന തരത്തിലുള്ള കടുത്ത വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിൽ RSSനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയായിരിക്കും സർക്കാരിനെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അടിവരയിടുന്ന തരത്തിലുള്ള ഒരു പരാമർശവും പ്രതികരണവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനവും ഏറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. തീർച്ചയായും ഇതിലിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. CPI സമാനമായ തരത്തിലുള്ള നിലപാട്, അതായത് ഇതിപ്പോൾ രാജ്ഭവനെ RSS കാര്യാലയമാക്കണമെന്ന പിടിവാശിയിൽ നിന്നും കേരള ഗവർണർ പിന്മാറണം എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല യുവജന സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ അടക്കം നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഡാൻ, നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റുമുട്ടൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഉന്നത വിദ്യാഭ്യാസത്തെ ചൊല്ലിയൊക്കെയാണ്. എങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ പോർവിളി എന്നത് ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് എന്ന് പറയേണ്ട സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ രാജ്ഭവനും ഒട്ടും പിന്നോട്ടില്ല, സർക്കാരും പിന്നോട്ടില്ല എന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അതിപ്പോൾ എവിടെ എത്തി നിൽക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഔദ്യോഗികമായി രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന സർക്കാർ പരിപാടികളിൽ മുഴുവൻ ഈ ചിത്രം മാറ്റിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ച നിലപാട് ഗവർണർ സ്വീകരിക്കാനുള്ള 1% സാധ്യത പോലും നിലനിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ ഏറ്റുമുട്ടലിലേക്ക് ഗവർണറും സർക്കാരും തമ്മിൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആരിഫ് മുഹമ്മദ് ഖാനുമായി സമാനതകളില്ലാത്ത ഒരു ഏറ്റുമുട്ടലാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. അത് വലിയ തരത്തിൽ ഭരണം അനിശ്ചിതത്വത്തിലേക്ക് നീക്കുന്ന തരത്തിൽ ഓർഡിനൻസുകളിൽ ഒപ്പിടാൻ പോലും ഗവർണർ തയ്യാറാകാത്ത തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അതിന് പിന്നാലെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി എത്തുമ്പോൾ സർക്കാർ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെന്ന് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഡാൻസ് ഈ സൂചിപ്പിച്ചതുപോലെ എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ എന്ന് മാത്രവുമല്ല, മന്ത്രിയുടേത് പ്രോട്ടോകോൾ ലംഘനമാണ്. പ്രത്യേകിച്ച് രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളടക്കമാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് വരികയും ചെയ്യുന്നത്. ഡാൻ,
തീർച്ചയായിട്ടും, അതായത് രാജ്ഭവൻ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് അസന്ദിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്ഭവനിൽ സ്ഥാപിച്ചിട്ടുള്ള ചിത്രങ്ങൾ അങ്ങനെ തന്നെ അവിടെ കാണും. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഗവർണറെ ബഹിഷ്കരിക്കുന്ന നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നൊരു വിലയിരുത്തലാണ് രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നത് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം സർക്കാർ ഈ വിഷയത്തിൽ തുടർ നടപടി എന്ത് സ്വീകരിക്കും? ഇടത് യുവജന സംഘടനകൾ ഇപ്പോൾ തന്നെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അല്പസമയത്തകം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യെസ്, എന്തായാലും ഈ ഭാരതാംബയെ ചൊല്ലിയുള്ള സർക്കാർ ഗവർണർ പോരിന് തുടക്കമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കൃഷിമന്ത്രിയായിരുന്നു ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ വിമുഖത കാണിക്കുകയും ഒക്കെ ചെയ്തത്. എങ്കിൽ ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രിയും അത്തരത്തിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതും ഈ ഭാരതാംബയുടെ ചിത്രത്തെ ഉൾക്കൊള്ളാൻ ആകില്ല എന്നുള്ളതാണ്. പക്ഷേ രാജ്ഭവൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് ദേശീയതയെ ഉണർത്തുന്ന വികാരം ആണ്. അതുകൊണ്ട് തന്നെ ആ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല എന്നുള്ളതാണ്. വർഷങ്ങളായി ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മറ്റു വിഷയങ്ങളിൽ ആയിരുന്നുവെങ്കിൽ ഇവിടെ രാജേന്ദ്ര അലേക്കർ ഗവർണറായി ചുമതലയേറ്റതിന് ശേഷം സർക്കാരുമായി യോജിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി സർക്കാരും ഗവർണറും തമ്മിൽ പോര് മുറുകുകയാണ്.